ലോകപ്രശസ്ത ജർമ്മൻ എഴുത്തുകാരനായ ജെഫ് കെല്ലറുടെ അതിസുന്ദരമായ ഒരു പുസ്തകമാണ് ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ്. 10 ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റ് തീർന്ന ലോകപ്രസിദ്ധമായ ഈ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീരാജ് കോളേൽ ആണ്. ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവം. ലോകം കാണുവാനുള്ള ജാലകമാണ് നിങ്ങളുടെ മനോഭാവം. നിങ്ങളുടെ മനസ്സ് ഒരു ജാലകമാണ്. ആ ജാലകത്തിൽ കൂടിയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെ നിങ്ങൾ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് ആ ജാലകത്തെ സ്വയം വൃത്തിയാക്കി തിളക്കമുള്ളതാക്കി മാറ്റുക. ജോർജ് ബെർണാഡ് ഷായുടെ വളരെ പ്രസിദ്ധമായ വാക്കുകളാണ് ഇത്. സമയം മധ്യാഹ്നം 1 മണി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാറയ്ക്ക് നല്ല പോലെ വിശക്കുവാൻ തുടങ്ങിയിരുന്നു. കർത്തവ്യനിരതമായ കുറേ മണിക്കൂറുകൾ അപ്പോഴേക്കും അവൾ ഓഫീസിൽ ചെലവഴിച്ചിരുന്നു. തൊട്ടടുത്തുള്ള കോഫി ഷോപ്പിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ടാകാം ഇനിയുള്ള ജോലി എന്ന തീരുമാനത്തോടെ സാറ ഓഫീസിൽ നിന്നും ഇറങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം സാമും ആ കോഫി ഷോപ്പിലേക്ക് കയറി വന്നു. ഉച്ചഭക്ഷണം എന്ന ലക്ഷ്യത്തോടെയാണ് അയാളും വന്നിരിക്കുന്നത്. സാറ ഇരുന്നിരുന്ന മേശയുടെ ഏതാനും അകലെയുള്ള മറ്റൊരു മേശയിൽ സാമും ഇരിപ്പുറപ്പിച്ചു. ഒരേ പരിചാരികയായിരുന്നു ആ ഉച്ച നേരത്ത് സാറയ്ക്കും സാമിനും ഭക്ഷണം വിളമ്പിയത്. ഭക്ഷണത്തിനായുള്ള ഓർഡർ സ്വീകരിക്കുവാൻ വേണ്ടി പരിചാരിക വരുന്നതും കാത്ത് അവർ രണ്ടുപേരും ചെലവഴിച്ച സമയവും ഏകദേശം ഒരുപോലെയായിരുന്നു. ഏതാണ്ട് ഒരേ സമയത്താണ് അവർക്ക് ഭക്ഷണം വിളമ്പിയത്. നന്നായി പാകം ചെയ്ത പോഷകസമൃദ്ധമായ ഭക്ഷണമായിരുന്നു രണ്ടുപേർക്കും ലഭിച്ചത്. ഒരേ സമയത്ത് തന്നെയാണ് രണ്ടുപേർക്കും കഴിച്ച ഭക്ഷണത്തിൻ്റെ ബില്ല് ലഭിച്ചത്. സാറയ്ക്കും സാമിനുമിടയിൽ അന്നേ ദിവസം ഉണ്ടായിരുന്ന സാദൃശ്യങ്ങളൊക്കെ തന്നെയും അവിടെ അവസാനിക്കുകയായിരുന്നു. മനം മയക്കുന്ന ഒരു പുഞ്ചിരിയോടെ വളരെ താളാത്മകമായി ലോകത്തോട് മുഴുവൻ പോസിറ്റീവായ ഒരു സമീപനത്തോടു കൂടിയാണ് സാറ ആ കോഫി ഷോപ്പിലേക്ക് കയറി വന്നത്. ഒറ്റ നോട്ടത്തിൽ അവിടെ ശ്രദ്ധിച്ചാൽ ആർക്കും അത് മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സാറായുടെ ശരീരഭാഷയിലും അംഗവിക്ഷേപങ്ങളിലും തികഞ്ഞ ആത്മവിശ്വാസം പ്രസരിക്കുന്നുണ്ടായിരുന്നു. വളരെ ഉന്മേഷത്തോടെ അവൾ തൻ്റെ മുന്നിലേക്കെത്തിയ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് വിളമ്പിയ പരിചാരികയോട് നർമ്മസംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. തൻ്റെ ഊർജം പുനരുജ്ജീവിപ്പിച്ച് ജോലിയിലേക്ക് തിരിച്ചുപോയി. എന്നാൽ ഒട്ടും തെളിച്ചമില്ലാത്ത മുഖത്തോടെയായിരുന്നു കോഫി ഷോപ്പിലേക്കുള്ള സാമിൻ്റെ വരവ്. രാവിലെ മുതൽ പുളിയച്ചാർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു അയാളുടെ ഭാവങ്ങൾ. ആശങ്കാഭരിതമായ മുഖഭാവവും ശരീര ചലനങ്ങളുമായിരുന്നു സാമിനെ നയിച്ചിരുന്നത്. അയാളുടെ ശരീരഭാഷ എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് നിരന്തരം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിനായി ഇരുന്നപ്പോൾ ഓർഡർ എടുക്കാൻ ആരും വരുന്നില്ലല്ലോ എന്ന് അയാൾ ആശങ്കപ്പെട്ടു. ഭക്ഷണം എത്തിയപ്പോൾ അതൊരുപാട് വൈകിയാണ് വന്നത് എന്ന് അയാൾ മുറുമുറുത്തു. തനിക്ക് ലഭിച്ച ഭക്ഷണത്തെക്കുറിച്ച് അയാൾ പരാതിപ്പെട്ടു. ഭക്ഷണം കഴിച്ച ഉടൻ ബില്ല് ലഭിക്കാത്തതിൽ ദേഷ്യപ്പെട്ടു. ആ കോഫി ഷോപ്പിലെ അന്നത്തെ അന്തരീക്ഷം സാറയ്ക്കും സാമിനും തികച്ചും വ്യത്യസ്തമായി അനുഭവപ്പെടാൻ എന്തായിരിക്കും കാരണം? രണ്ടുപേർക്കും അവിടെ ലഭിച്ച സ്വീകരണം ഏറെക്കുറെ ഒരുപോലെയായിരുന്നു എന്ന് ഓർമ്മിക്കുക. സംഭവിച്ചതിനൊക്കെയും ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ലോകത്തോടുള്ള സാറയുടെ സമീപനം വളരെ പോസിറ്റീവായ ഒരു മനോഭാവമായിരുന്നു. എന്നാൽ വളരെ നിഷേധാത്മകമായ ഒരു മനോഭാവത്തോടു കൂടിയായിരുന്നു സാം കാര്യങ്ങളെ നോക്കിക്കണ്ടത്. ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളെ അനുഭവിച്ചറിയാൻ
നിങ്ങളെ പ്രാപ്തനാക്കുന്ന മനസ്സിൻ്റെ ഒരു അരിപ്പയായി സ്വന്തം മനോഭാവത്തെ കണക്കാക്കാം. ചില ആളുകൾ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന വസ്തുതകളെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ അരിപ്പയിൽ കൂടി അനുഭവിച്ചറിയും. ഒരു ഗ്ലാസ്സിൽ പകുതി മാത്രം വെള്ളം ഒഴിച്ചു വെച്ചാൽ ഇവർ അതിനെ പകുതി നിറഞ്ഞിരിക്കുന്ന ഒരു ഗ്ലാസ്സാക്കി കണക്കാക്കും. എന്നാൽ അതേ ഗ്ലാസ് തന്നെ മറ്റു പലർക്കും പാതി ഒഴിഞ്ഞ ഒരു ഗ്ലാസ്സായി അനുഭവപ്പെടും. ശുഭാപ്തി വിശ്വാസം തീരെ ഇല്ലാത്തവരായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. അല്ലെങ്കിൽ വളരെ നിഷേധാത്മകമായ മനോഭാവത്തിൻ്റെ ഉടമകളായിരിക്കും എന്നും പറയാം. പോസിറ്റീവ് മനോഭാവവും നെഗറ്റീവ് മനോഭാവവും നിങ്ങളുടെ ജീവിത വിജയത്തിനും നിങ്ങളുടെ ബിസിനസ് വിജയത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു വികാരമാണ് എന്ന് നമ്മോട് വളരെ ഭംഗിയായി പറയുന്ന ഒരു പുസ്തകത്തിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു പുസ്തകം നിങ്ങളുടെ എല്ലാ വിജയത്തിനും കാരണമാകും എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.